ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. KSRTC സൗജന്യ യാത്രയോടൊപ്പം വനിതകൾക്കായി ഇപ്പോൾ ₹1 പോലും പലിശയില്ലാതെ പലിശരഹിത വായ്പാ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനോ നിലവിലുള്ള ജോലി അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് മികച്ചൊരവസരമാണിത്. കേരള സർക്കാർ വനിതകൾക്കായി നടപ്പിലാക്കുന്ന വലിയൊരു പദ്ധതിയാണ് പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി. അതായത് നിങ്ങൾ വാങ്ങുന്ന തുകക്ക് ₹1 പോലും പലിശ കൊടുക്കേണ്ടതില്ല. പലിശ തുക മുഴുവൻ സർക്കാരാണ് വഹിക്കുന്നത്. ഇതിനെങ്ങനെ അപേക്ഷിക്കാം? എന്തെല്ലാം യോഗ്യതകൾ വേണം? കുടുംബശ്രീ വഴിയാണോ നേരിട്ടാണോ അപേക്ഷിക്കേണ്ടത്? ഇതിനായി സമർപ്പിക്കേണ്ട പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നൊക്കെ വിശദമായിട്ട് പറയാം. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണേ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും KSWDC എന്നിവയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി K. തുളസിയാണ് ഔദ്യോഗികമായിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ടൈലറിംഗ്, പലചരക്ക് കടകൾ, കാറ്ററിംഗ്, പേപ്പർ ബാഗ് നിർമ്മാണം, അതുപോലെ കോഴി വളർത്തൽ, പശു വളർത്തൽ എന്നിങ്ങനെയുള്ള ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ. ഇതിൽ 31 പദ്ധതികൾ വേറെയും ഉൾപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഈ ലോണിൻ്റെ പലിശ സർക്കാർ ഗ്രാൻഡായിട്ട് ബാങ്കിലേക്ക് നൽകുന്നതാണ്. മറ്റൊരു നിബന്ധന എന്താണെന്ന് വെച്ചാൽ വായ്പാ തുക കൃത്യമായിട്ട് അടച്ചാൽ മാത്രമേ പലിശരഹിത ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ പലിശ കൊടുക്കേണ്ടി വരുന്നതാണ്. സ്ത്രീ സംരംഭകർക്കായി 50,000 മുതൽ ₹1,00,000 വരെയാണ് ലോണായിട്ട് ലഭിക്കുന്നത്. ഗ്രൂപ്പ് സംരംഭങ്ങൾക്കാണെങ്കിൽ പദ്ധതിയുടെ വലിപ്പം അനുസരിച്ച് ഉയർന്ന തുകയും അനുവദിക്കും. ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെയാണ്. ജാമ്യമായിട്ട് ഒന്നും തന്നെ നൽകേണ്ടതുമില്ല. അർഹതാരേഖകളും റിപ്പോർട്ടും മാത്രം നൽകിയാൽ മതിയാകും. ആർക്കൊക്കെയാണ് ഈ ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് ലിംഗഭേദം, അതായത് അപേക്ഷകർ വനിതകളായിരിക്കണം. 2 പ്രായപരിധി. അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷകർക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. 50 വയസ്സ് കവിയാനും പാടില്ല. മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ സ്ഥിരതാമസക്കാരിയായിരിക്കണം. 4ാമത് വരുമാന പരിധി, അതായത് കുടുംബത്തിലെ വാർഷിക വരുമാനം നിർദ്ദിഷ്ട പരിധിയിൽ കുറവായിരിക്കണം. അതുപോലെ BPL AY മഞ്ഞ കാർഡുകാർക്കും പിങ്ക് കാർഡുകാർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ എന്നിവർക്ക് മുൻഗണന ഉണ്ട്. ഇനി എന്തൊക്കെ രേഖകൾ വേണമെന്ന് നോക്കാം. 1. ആധാർ, തിരിച്ചറിയൽ രേഖയായിട്ട് വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ കരുതണം. 3. റേഷൻ കാർഡ്. 4ാമതായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ്. 5. പ്രായം തെളിയിക്കുന്ന രേഖയ്ക്ക് വേണ്ടി SSC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ മറ്റ് മെഡിക്കൽ രേഖകളോ ആയാലും മതി. 6. വിധവകളാണെങ്കിൽ വിധവകളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. 7. ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്. 8. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 9ാമത്തത് പ്രൊജക്റ്റ് റിപ്പോർട്ട്, അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ കച്ചവടത്തിന് എത്ര ചിലവ് വരും എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരണം. ഇനി എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. കുടുംബശ്രീ CDF ഓഫീസ് വഴി ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അവിടെ പ്രിയദർശിനി വായ്പാ പദ്ധതിക്കുള്ള അപേക്ഷാ ഫോം ലഭ്യമാണ്. അപേക്ഷ പൂരിപ്പിച്ച് മേൽപ്പറഞ്ഞ മറ്റ് ബന്ധപ്പെട്ട രേഖകളടക്കം അവിടെ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ വനിതാ വികസന കോർപ്പറേഷൻ വഴിയും നേരിട്ട് അപേക്ഷിക്കാം. അല്ലെങ്കിൽ അവരുടെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റായ KSWTC.org വഴിയും ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥർ അപേക്ഷയും സംരംഭത്തിൻ്റെ പ്രായോഗികതയും പരിശോധിച്ച് വെരിഫിക്കേഷൻ പൂർത്തിയാകുന്നതോടെ വായ്പാ തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.